ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഹായ്, നമസ്കാരം. SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന നമ്മൾ 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇപ്പോൾ കിടക്കുന്നത്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഇതിന്റെ 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ തീർച്ചയായും ഇത് കണ്ടിരിക്കണം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: റിപ്പബ്ലിക് ഓഫ് നൈജറിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ. അപ്പോൾ നൈജറിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ ആര് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം പ്രേം കെ നായർ, PK നായർ ആണ് പുതിയ നൈജറിലെ അംബാസഡർ എന്ന് പറയുന്നത്. അപ്പോൾ നൈജർ എന്ന് പറയുന്നത് ഒരു പശ്ചിമാഫ്രിക്കൻ രാജ്യമാണ്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ നൈജറിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ ആണ് PK നായർ അല്ലെങ്കിൽ പ്രേം കെ നായർ. ഇനി ഇദ്ദേഹം ശ്രീലങ്കയിലെ ഹമ്പന്തോടയിൽ കൗൺസിൽ ജനറൽ ആയിരുന്നു. ശ്രീലങ്കയിലെ ഹമ്പന്തോടയിൽ കൗൺസിൽ ജനറൽ ആയിരുന്നു PK നായർ. അതുപോലെ നൈജറിനെ പറ്റി പറയുമ്പോൾ നൈജറിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിയാമിയാണ്. അപ്പോൾ നിയാമിയാണ് നൈജറിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജി. അപ്പോൾ ഇന്ന് വിരമിച്ച ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയാണ് K ഹരിലാൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ പഠിച്ചിരുന്നു. ഒന്ന് പുതിയ ഹൈക്കോടതിയുടെ ജഡ്ജി. അപ്പോൾ K ഹരിലാൽ ഇന്ന് വിരമിച്ചു. പകരം പുതിയ ജഡ്ജിയായിട്ട് വന്നിരിക്കുന്നത് ഹരിപാലാണ്. അപ്പോൾ ഹരിപാലാണ് പുതിയ ജഡ്ജിയായിട്ട് വന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഹരിപാൽ നിലവിൽ എന്തായിരുന്നു പോസ്റ്റ്? രജിസ്ട്രാർ ജനറൽ ആയിരുന്നു. അപ്പോൾ രജിസ്ട്രാർ ജനറൽ പോസ്റ്റിലേക്ക് വന്നത് അഡ്വക്കേറ്റ് സോഫി തോമസ് ആണ്. സോഫി തോമസ് തൃശൂർ ജില്ലാ ജഡ്ജിയായിരുന്ന സോഫി തോമസ് നേരെ രജിസ്ട്രാർ ജനറലിലേക്ക് വന്നു. രജിസ്ട്രാർ ജനറൽ ആയിരുന്ന ഹരിപാൽ പുതിയ ജഡ്ജിയായിട്ട് വന്നു. അപ്പോൾ ഇന്ന് വിരമിച്ച ജഡ്ജി എന്ന് പറയുന്നത് K ഹരിലാലാണ്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ വരുന്നത് K ഹരിലാലും ഹരിപാലും. അപ്പോൾ 2011 നവംബർ 8 ഇദ്ദേഹം ഹൈക്കോടതിയുടെ ജഡ്ജിയായിട്ട് ആയത്. ഹൈക്കോടതി ജഡ്ജി ആകുന്നത് 2011 നവംബർ 8. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഓൺലൈൻ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് ടോക്കൺ ലഭിക്കുന്ന VEO ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്ന കമ്പനി ഏതാണെന്നുള്ള ചോദ്യം. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. ഓൺലൈൻ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ടോക്കൺ ലഭിക്കുന്ന VEO ആപ്ലിക്കേഷൻ ഇന്ന് രാത്രി 10 മണിക്ക് തന്നെ പുറത്തിറങ്ങുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ആ കമ്പനി ഏത് കമ്പനിയാണ് ഈ VEO ആപ്ലിക്കേഷൻ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്? കമ്പനിയുടെ പേരാണ് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഫെയർ കോഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ VEO ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് ഫെയർ കോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ചോദ്യം: ഓൺലൈൻ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് ടോക്കൺ ലഭിക്കുന്ന VEO ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്ന കമ്പനി ഫെയർ കോഡ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഈ മാസം 31 വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ആരാണ്? അപ്പോൾ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഈ മാസം 31 വിരമിക്കുന്നുണ്ട്. ആരാണ് അദ്ദേഹം? ടോം ജോസ് ആണ്. അപ്പോൾ ടോം ജോസിന്റെ കാലാവധി ഈ മാസം 31 കഴിയുകയാണ്. പുതിയ ആൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ വിശ്വാസ് മേത്ത ആകാനാണ് സാധ്യത. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കും. ഇനി അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി: ഈ മാസം 31 വിരമിക്കുന്ന ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര് എന്നുള്ളതാണ് ചോദ്യം. ടോം ജോസ്. അപ്പോൾ ടോം ജോസിന്റെ കാലാവധി ഈ മാസം 31 വരെയാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് സുപരിചിതമായ ഒരാളെ കുറിച്ചാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികം എന്നാണ്. അപ്പോൾ 56ാമത് ചരമവാർഷികമാണ് ഇന്ന് മെയ് 27 എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ജവഹർലാൽ നെഹ്റുവിന്റെ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികമാണ് മെയ് 27. 1964 മെയ് 27 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചരമവാർഷികമാണ് മെയ് 27. ഇനി അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം ഇതാണ്: ആഗോള ഫിലിം ഫെസ്റ്റിവൽ VR1 എന്ന് മുതലാണ് ആരംഭിക്കുന്നത്? അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന VR1 എന്ന ആഗോള ഫിലിം ഫെസ്റ്റിവൽ എന്ന് മുതലാണ് ആരംഭിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. മെയ് 29 മുതൽ 10 ദിവസത്തേക്കാണ് ഈ ആഗോള ഫിലിം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന VR1 ആരംഭിക്കുന്നത്. ഇത് ഓൺലൈൻ യൂട്യൂബ് സ്ട്രീമിംഗ് വഴിയാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ആണ് നമുക്കിത് ഫ്രീ ആയിട്ട്, യൂട്യൂബ് സ്ട്രീമിംഗിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം 100ഓളം സിനിമകൾ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഫ്രീ ആയിട്ട് കാണുന്നതോടൊപ്പം തന്നെ റിലീഫ് ഫണ്ട് ഡൊണേഷനും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം ആഗോള ഫിലിം ഫെസ്റ്റിവലായ VR1 ആരംഭിക്കുന്നത് മെയ് 29 മുതലാണ്. 10 ദിവസത്തേക്കാണ്. ഏകദേശം 100 സിനിമകളാണ് നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം,
ഇന്ത്യൻ മിലിറ്ററിയുമായി സഹകരിച്ച് മിലിറ്ററി വാർ ഗെയിം നിലവിൽ വന്ന രാജ്യം ഏതാണ്? അപ്പൊ ഏത് രാജ്യത്തിലാണ് ഇന്ത്യൻ മിലിറ്ററിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് മിലിറ്ററി വാർ ഗെയിം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പോൾ ഉഗാണ്ടയിലാണ് ഇന്ത്യൻ മിലിറ്ററിയുമായി സഹകരിച്ചുകൊണ്ട് മിലിറ്ററി വാർ ഗെയിം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഉഗാണ്ടയെ പറ്റി പറയുമ്പോൾ ഉഗാണ്ടയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പാലയാണ്. അവരുടെ കറൻസി എന്ന് പറയുന്നത് ഉഗാണ്ടൻ ഷില്ലിംഗ് ആണ്. അപ്പോൾ അതുകൂടി ചേർത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലും അതുപോലെ കറൻസിയും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. കമ്പാലയാണ് ക്യാപിറ്റൽ, അതുപോലെ കറൻസി എന്ന് പറയുന്നത് ഉഗാണ്ടൻ ഷില്ലിംഗ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം. 8ാമത്തെ ചോദ്യം ഇതാണ്. 2020 മെയിൽ അന്തരിച്ച ഹോങ്കോങ്ങിലെ കിങ് ഓഫ് ഗാംബ്ലിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. ഈ 2020 മെയിൽ 26-ാം തീയതി അന്തരിച്ച ഹോങ്കോങ്ങിലെ കിങ് ഓഫ് ഗാംബ്ലിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്നുള്ള ചോദ്യം. സ്റ്റാൻലി ഹോയാണ്. അപ്പോൾ സ്റ്റാൻലി ഹോയാണ് കിങ് ഓഫ് ഗാംബ്ലിംഗ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കാസിനോ കിങ് അല്ലെങ്കിൽ കാസിനോ ടൈക്കൂൺ എന്നറിയപ്പെടുന്നത് സ്റ്റാൻലി ഹോയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് 1921 ഹോങ്കോങ്ങിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ റിച്ചസ്റ്റ് മെൻ ഇൻ ഏഷ്യ, ഒരു വൺ ഓഫ് ദ റിച്ചസ്റ്റ് മെൻ ഇൻ ഏഷ്യ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു. 2020 മെയിൽ അന്തരിച്ച ഹോങ്കോങ്ങിലെ കിങ് ഓഫ് ഗാംബ്ലിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. സ്റ്റാൻലി ഹോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് വേണ്ടി KSFE ആരംഭിച്ചിരിക്കുന്ന പദ്ധതി. അപ്പോൾ കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് വേണ്ടി KSFE ആരംഭിച്ച പദ്ധതിയാണ് ജീവനം. അപ്പോൾ കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് വേണ്ടി KSFE ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് ജീവനം. 10ാമത്തെ ചോദ്യം ഇതാണ്. തായ്വാന്റെ പുതിയ പ്രസിഡന്റ് ആര്? അപ്പോൾ തായ്വാനിൽ വീണ്ടും പ്രസിഡന്റായി ഭരണത്തിലേക്ക് വന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സായ് ഇങ് വെൻ ആണ്. സായ് ഇങ് വെൻ, 63 വയസ്സുള്ള സായ് ഇങ് വെൻ ആണ് വീണ്ടും അവിടുത്തെ പ്രസിഡന്റ് ആയിട്ട് അധികാരമേറ്റിരിക്കുന്നത് തായ്വാനിൽ. അപ്പോൾ ഈ സായ് ഇങ് വെന്നിനെ പറ്റി പറയുമ്പോൾ ഇത് 2ാം തവണയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ഈ തായ്വാനിൽ എന്ന് പറയുന്നത്. ആ ഒരു പദവി ലഭിച്ചിരിക്കുന്ന വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ സായ് ഇങ് വെൻ ആണ്. അതുപോലെ DPP എന്ന പാർട്ടിയുടെ പ്രതിനിധി, DPP എന്ന് പറയുമ്പോൾ ഡെമോക്രസി പ്രോഗ്രസീവ് പാർട്ടിയുടെ നേതാവാണ് സായ് ഇങ് വെൻ എന്ന് പറയുന്നത്. ചോദ്യം ഇതായിരുന്നു. തായ്വാന്റെ പുതിയ പ്രസിഡന്റായിട്ട് വീണ്ടും നിയമിതയായത് ആര് എന്നുള്ളതാണ് ചോദ്യം. സായ് ഇങ് വെൻ, 63 വയസ്സാണ്. തായ്വാനെ പറ്റി പറയുമ്പോൾ തായ്വാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തായ്പേയി ആണ് ക്യാപിറ്റൽ. അതുപോലെ ന്യൂ തായ്വാൻ ഡോളർ ആണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. ന്യൂ തായ്വാൻ ഡോളർ ആണ് അതിന്റെ കറൻസി ആ രാജ്യത്തിന്റെ കറൻസി എന്ന് പറയുന്നത്. ഇന്നത്തെ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ലോകത്തിലെ ആദ്യത്തെ കോണ്ടാക്ട്ലെസ് വിസിറ്റർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഏത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തതാണ്. ലോകത്തിലെ ആദ്യത്തെ കോണ്ടാക്ട്ലെസ് വിസിറ്റേഴ്സ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ യൂട്യൂബിൽ SS മീഡിയ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദിവസേനയുള്ള നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.